സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞൻ ഇൻവെർട്ടർ. കണ്ടില്ലേ, നമ്മൾ പോർട്ടബിളാണ്, വളരെ ചെറിയ സൈസാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ബാറ്ററിയും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഇൻവെർട്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇതുകൊണ്ട് ഇൻവെർട്ടർ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് 150 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 100, 150, 200 അങ്ങനെ പല വേരിയന്റുകളിൽ നമുക്ക് ഈ ബോർഡ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ആണ്. ഇത് നമ്മുടെ സാധാരണ അഡാപ്റ്ററിൽ വരുന്ന സെയിം ബോർഡ് തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു 12 വോൾട്ട് ഔട്ട് ഒരു BMS ബോർഡ് വെച്ചുണ്ടാക്കിയ ഒരു ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു 2 ബോർഡും ഈ ഒരു ബാറ്ററി പാക്കാണ് നമുക്ക് ഇനി മെയിൻ ആയിട്ട് വേണ്ടത്. ഈ ഒരു ബാറ്ററി പാക്കിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഈ ഇൻവെർട്ടറിനകത്ത് എത്ര നേരം കറണ്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി പാക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമ്മുടെ സാധാരണ ബൈക്കിനൊക്കെ വരുന്ന ബാറ്ററി ഇല്ലേ, ആ ബാറ്ററി ആയാലും മതി. അത് 12 വോൾട്ടിന്റെ ഔട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ UPS-നകത്തൊക്കെ വരുന്ന 12 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി യൂസ് ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഇനി ഇൻവെർട്ടർ ബോർഡിന് ചില അപ്ഡേഷൻ ഞാൻ വരുത്താൻ പോണ്. ആദ്യം നമുക്ക് ഈ വയർ ഉണ്ടോ അങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഈ നിൽക്കുന്ന വയർ ഉണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന വയർ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയ വയറിന് പകരം നമുക്ക് പുതിയ വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്കിത് സോൾഡർ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ മാറിപ്പോകാൻ പാടില്ല. ഇത് ബാറ്ററിയിലോട്ട് പോകുന്ന വയറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സപ്ലൈ വയറോട് സോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ പുതിയ 2 വയർ നമ്മൾ ഇതിനകത്ത് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് കുറച്ച് ഫ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എനിക്ക് വേണ്ട അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അസംബിൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പകുതി ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ബോക്സിനകത്തോട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ഉറപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഈ തടിയുടെ ബോക്സിനകത്തോട്ട് ഇൻവെർട്ടർ ബോർഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇൻവെർട്ടർ ബോർഡിന്റെ ഇൻപുട്ട് കണക്ഷനിൽ പോകുന്ന 12 വോൾട്ട് സപ്ലൈ ഒരു സ്വിച്ച് കൊടുക്കാം. ഇതിന്റെ പോസിറ്റീവ് ലെഗിലാണ് നമ്മൾ സ്വിച്ച് കൊടുക്കേണ്ടത്. ഞാൻ അതിനുവേണ്ടി ഇതിലത്തെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചിന്റെ ലെഗിലോട്ട് നമുക്ക് ഇനി ഇതിന്റെ കണക്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഒരു സ്വിച്ചും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ BMS ബോർഡ് വെച്ച് ഉണ്ടാക്കുന്ന ബാറ്ററി പാക്കിൽ നിന്ന് നമുക്ക് 2 വയർ സോൾഡ് എടുക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കേണ്ടത്. അതായത് നമ്മൾ ചാർജ് നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഒരൊറ്റ ലൈനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 വയർ സോൾഡ് എടുക്കാം. ഞാൻ ഇവിടുന്ന് മൊത്തത്തിൽ 2 കണക്ഷനാണ് സോൾഡ് എടുക്കുന്നത്. അതാണ് 4 വയർ വന്നിരിക്കുന്നത്. 2 നെഗറ്റീവും 2 പോസിറ്റീവും. നമുക്ക് പോസിറ്റീവ് ലൈൻ ആദ്യം കൊടുക്കാം, നെഗറ്റീവ് ലൈൻ. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും 2 ലൈനുകൾ നമ്മൾ ഇവിടുന്ന് സോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററി പാക്കിൽ നിന്ന് എടുത്ത 2 കണക്ഷനിൽ ഒരു കണക്ഷനിൽ ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യുകയാണ്. ഫീമെയിൽ സോക്കറ്റിന്റെ പോസിറ്റീവ് ലെഗിലോട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഫീമെയിൽ സോക്കറ്റിന്റെ നെഗറ്റീവിലോട്ടും സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ BMS ബോർഡിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ കൊടുത്തേക്കുന്ന ഫീമെയിൽ സോക്കറ്റ് ഞാൻ ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് വെക്കുമ്പോൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കണക്ഷനോട് ഫ്രീ ഉണ്ട്. ഇനി ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന 12 വോൾട്ടിന്റെ അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിനകത്ത് നമുക്ക് കണക്ഷൻസ് പരിചയപ്പെടാം. ഇതിന്റെ AC സപ്ലൈ വരുന്ന ലൈനാണ് കണ്ട് ഇത് രണ്ടും. ഇതിന്റെ ബാറ്ററിയിലേക്ക് പോകുന്ന പോസിറ്റീവും നെഗറ്റീവും കണ്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു സിമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ACയിലേക്ക് പോകുന്ന ഇവിടെ നിന്നുള്ള 2 കണക്ഷൻ സോൾവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അഡാപ്റ്റർ ബോർഡിന്റെ ഔട്ട്പുട്ട് കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഈ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ മുമ്പേ എടുത്ത ബാറ്ററിയിൽ നിന്നുള്ള നമ്മൾ എടുത്ത 2ാമത്തെ കണക്ഷനാണ്. അതിന്റെ പോസിറ്റീവ് ലൈൻ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം, നെഗറ്റീവ് ലൈനും സോൾവ് ചെയ്യാം. ഇനി നമുക്ക് ഇൻവെർട്ടർ ബോർഡിലേക്ക് 12 വോൾട്ട് കണക്ഷൻ എടുക്കാനുള്ള ലൈനിൽ നമുക്ക് ഇതുപോലൊരു മെയിൽ പിന്നൂടെ സോൾഡർ ചെയ്യാം. നമുക്ക് ആദ്യം പോസിറ്റീവ് ലൈൻ കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ലൈനോടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പിന്നിന്റെ ക്യാപ്പ് ഇട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലത്തെ ഡ്യുവൽ സൈഡ് ടേപ്പിന്റെ സഹായത്തോടുകൂടി ഈ ബാറ്ററി പാക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ 12 വോൾട്ടിന്റെ അഡാപ്റ്ററും നമുക്ക് ഡ്യുവൽ സൈഡ് ടേപ്പിന്റെ സഹായത്തോടുകൂടി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലത്തെ ഒരു കണക്റ്റിംഗ് പിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ വരുന്ന ടൈപ്പ് പിന്നാണ്. ഈ ഒരു പിന്ന് ഞാൻ നമ്മുടെ അഡാപ്റ്ററിലോട്ട് പോകുന്ന AC ഇൻപുട്ടേ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ കറക്റ്റ് പരുവത്തിന് ഇവിടെ തടിയിൽ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് നമുക്ക് ഇതിവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻവെർട്ടർ ബോർഡിൽ നിന്ന് വരുന്ന AC ഔട്ട്പുട്ടിൽ ഇതുപോലെ ഒരു സ്വിച്ചും സോക്കറ്റും ഫിറ്റ് ചെയ്യാം. ഇനി ഇത് നോർമൽ നമ്മൾ സ്വിച്ചും സോക്കറ്റൊക്കെ വീട്ടിൽ കൊടുക്കുന്ന രീതി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരെ ഇവിടെ വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മതി. നമുക്കൊരു വയർ കട്ട് ചെയ്യാം. ഇൻസുലേഷൻ മാറ്റിയിട്ട് നമുക്ക് സ്വിച്ച് വെക്കേണ്ട പോർഷനിൽ കൂടെ പുറത്തോട്ട് ഇറക്കാം. എന്നിട്ട് നമുക്ക് അതിലിട്ട് സ്വിച്ചിൻ്റെ ഒരു ലെഗ് കണക്ട് ചെയ്യാം. ഇനി സ്വിച്ചിൻ്റെ മറ്റേ ലെഗിൽ നിന്ന് നമുക്കൊരു വയർ കണക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോക്സിനകത്തുള്ളത് കയറ്റാം. ഈ സ്വിച്ച് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു ലെഗിലോട്ട് നമുക്ക് നമ്മുടെ സോക്കറ്റ് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇൻവെർട്ടർ ബോർഡിൽ നിന്ന് വരുന്ന ACയുടെ അടുത്ത ലൈൻ നമുക്ക് ഈ സോക്കറ്റിൻ്റെ അടുത്ത ലെഗിലൂടെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സോക്കറ്റ് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഈ 2 കണക്ഷനാണ്. ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് മെയിൽ സോക്കറ്റ് നമ്മൾ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ BMS ബോർഡിൽ നിന്ന് ഇൻവെർട്ടറിലോട്ട് പോകുന്ന ബാറ്ററിയുടെ കണക്ഷനാണ് നമ്മൾ ഇത് കൊടുക്കാനുള്ളത്. ഇതോടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇതോടുകൂടി നമ്മുടെ സർക്യൂട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി റിമൂവ് ചെയ്തിടാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി വെളിയിൽ കൊടുക്കുന്ന അത്രയും സൗകര്യം. നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി വിടാനും പ്രത്യേക സ്വിച്ച് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു LED കത്തിക്കുന്നുണ്ട്, ഒരു നീല LED. ഈ LED എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് റിവേഴ്സ് ചാർജ് പോകുന്നതാണ്. ഈ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചാണ് നമ്മൾ ഈ ഒരു BMS മൊഡ്യൂൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് AC ഇൻപുട്ടാണ് സോക്കറ്റ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ SMPS ഇല്ലേ, SMPSനകത്ത് കുത്തുന്ന സെയിം പിന്നാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻവെർട്ടർ ബോർഡിൽ നിന്ന് AC സർക്യൂട്ട് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ ബോർഡിലോട്ട് പോകുന്ന കണക്ഷൻ ഓഫ് ആക്കാനും ഓണാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് SMPSൻ്റെ ക്യാബിൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാബിൻ വെച്ച് നമുക്കിത് അടച്ചു കൊടുക്കാം. അങ്ങനെ 4 സൈഡിൽ നമ്മൾ സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ എങ്ങനെ ഇൻവെർട്ടർ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ ഒക്കെ തരാം. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കണക്ഷൻ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നത്, AC ഔട്ട് കിട്ടുന്ന ഇതുവഴിയാണ്. അപ്പോൾ അതിനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു അകത്തിരിക്കുന്ന ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാർജിങ് പോർട്ടാണിത്. അതുകൊണ്ടൊക്കെ ഇൻവെർട്ടർ ഫുള്ളായിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്വിച്ച് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഇൻവെർട്ടർ ബോർഡിലോട്ട് പോകുന്ന ഒരു കണക്ഷൻ ബാറ്ററിയിൽ നിന്നുള്ള, അതിനകത്താണ് നമ്മൾ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് എന്ന്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ ഈ സ്വിച്ച് ഓൺ ആക്കുക എന്നുള്ളതാണ്. സ്വിച്ച് ഓൺ ആക്കി എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കാം. യെസ് ഗായ്സ്, കണ്ടില്ലേ, നോക്ക്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഇൻവെർട്ടറോട് ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യരുത്. അതിൻ്റെയൊക്കെ ബാറ്ററി സൈസ് നമുക്ക് കണ്ടിട്ടില്ലേ, എന്തോ വലിയ ബാറ്ററിയൊക്കെ ഇരിക്കുന്നത്. അപ്പം അത്രയും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അതിന് നല്ലതായിട്ട് ബാക്കപ്പ് കിട്ടും. ഇതിനകത്തിരിക്കുന്ന ബാറ്ററി ആകെ 6 ലിഥിയം ബാറ്ററി ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയും തമ്മിൽ കമ്പയറിങ് നമ്മൾ ചെയ്യരുത്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെ നമ്മുടെ ബാറ്ററി പാക്കിൻ്റെ സൈസ് കൂട്ടാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ബാറ്ററി വളരെ ചെറുതാണ്. ചെറിയ ബാറ്ററി വേണമെന്നില്ല. 12 വോൾട്ടിൻ്റെ എനിക്ക് തോന്നുന്നു ബൈക്കിൻ്റെ ബാറ്ററിയാണ് ഏറ്റവും ബെറ്റർ. ബൈക്കിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇതിനെക്കാട്ടി കൂടുതൽ സമയം നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഈ ഒരു ബാറ്ററി എത്ര നേരം നിൽക്കുമെന്ന് എനിക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെർട്ടർ ബോർഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കറണ്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും. അതുകൊണ്ട് BMS ബോർഡ് വെച്ചുണ്ടാക്കുന്ന ഈ ഒരു ബാറ്ററിക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെയാണ്, അതായത് നമ്മുടെ ഈ വൈഫൈയുടെ റൂട്ടറൊക്കെ വർക്ക് ചെയ്യിക്കാനോ അങ്ങനെ എന്തെങ്കിലും സിംഗിളായിട്ടൊരു ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അല്ലാതുള്ള ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള ഇതൊക്കെ വർക്ക് ചെയ്യിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പറ്റും. പ്ലഗ് ഇൻ ചെയ്യുന്നു, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. കണ്ടില്ലേ, ചാർജ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചെറിയ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഡെമോ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുമെന്ന്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ബാറ്ററിയുടെ ബാക്കപ്പാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഒത്തിരി നേരമൊന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ UPSനകത്തിരിക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററിയൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതൊക്കെ ശാല എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.